ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുഞ്ഞുവാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റാഗിയാണ്, ഓർ പന്നപ്പുല്ലെന്ന് പറയും. കുഞ്ഞുവാൾക്കൊക്കെ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് റാഗി. 6 മന്ത്സിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫുഡായിട്ട് തന്നെ റാഗി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മുളപ്പിച്ച റാഗിയാണ് കേട്ടോ. സാധാ റാഗിപ്പൊടിയേക്കാൾ മുളപ്പിച്ച റാഗിക്കാണ് കൂടുതൽ പ്രോട്ടീനൊക്കെ ഉള്ളത്. കുഞ്ഞുവാൾക്ക് കൊടുക്കുമ്പോൾ മുളപ്പിച്ച റാഗിപ്പൊടി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. കട്ടിയൊന്നും പിടിക്കാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗിക്ക് 1 ഗ്ലാസ് വെള്ളമുണ്ട് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുട്ടിക്ക് കൊടുക്കാവുന്ന റാഗി കുറുക്കിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നിച്ചുവിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പനങ്കൽക്കണ്ടാണ് സ്വീറ്റ്നെസ്സിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പൊടിയാണ് കേട്ടോ, പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ കുറച്ച് പൊടി പീസുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറുക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം വെള്ളം. നിങ്ങൾക്ക് കുട്ടി കൊടുക്കുന്ന കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാൻ നല്ല തിക്കായിട്ടാണ് ഫോമിലാണ് നിച്ചുവിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ലാസ്റ്റ് മുളപ്പിച്ച റാഗി എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനൊരു ചെറിയ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാനിവിടെ സ്വീറ്റ്നെസ്സിന് വേണ്ടി പനങ്കൽക്കണ്ട ആഡ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് അതിലേക്ക് ശർക്കരയോ ചക്കരയോ ഒരു കരുപ്പ് കട്ടിയോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ സ്വീറ്റ്നെസ്സിന് വേണ്ടി. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗീ ആണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇനി ഫ്രൂട്ട്സ്, അങ്ങനത്തെ ആപ്പിള്, ബനാന പോലെയുള്ള ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഗീയും കൂടി ആഡ് ചെയ്ത് ഇത് ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഇത്തിരി കൂടി കട്ടയാകുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ ഇത്തിരി കട്ട കൺസിസ്റ്റൻസിയിലാണ് ഞാൻ നിച്ചുവിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി നിച്ചുവിന് ഇത് കൊടുക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നറായിട്ടാണ് ഇന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. റാഗിയിൽ കുഞ്ഞിന് ആവശ്യമായ കാൽഷ്യം, അയൺ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ബെസ്റ്റ് ഫുഡാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ കുട്ടിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ കുഞ്ഞുവായ്ക്ക് തൂക്കം വർദ്ധിക്കാനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഈ റാഗി ഏറ്റവും യൂസ്ഫുള്ളാണ് കേട്ടോ. നിച്ചു ബേബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് റാഗി കുറുക്ക്. ഞാൻ വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ റാഗി കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ള ഫുഡാണ് റാഗി. അപ്പം നിങ്ങൾ ഇതുവരെയും കുഞ്ഞായ്ക്ക് റാഗി കൊടുത്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് മുളപ്പിച്ച റാഗി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. റാഗി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ഓവർനൈറ്റ് ഇത് നമ്മൾക്ക് കുതിരാനായിട്ട് വയ്ക്കാം. നെക്സ്റ്റ് ഡേ നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. എന്നിട്ട് ആ നനവോട് കൂടി തന്നെ ഒരു തുണിയിലോ തോർത്തിലോ ഇത് പൊതിഞ്ഞ് വയ്ക്കുക. നന്നായിട്ട് കെട്ടി വയ്ക്കണം. ഒരു 48 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിലേക്ക് മുളകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ, മുളച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്കിത് നല്ല വെയിൽ കൊള്ളിച്ചെടുക്കണം. 5-6 ദിവസത്തെ വെയിൽ കൊള്ളിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5-6 ദിവസം നമുക്ക് വെയിൽ കൊള്ളിച്ചെടുക്കാം. ഇത് നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ 5-6 ദിവസം പോലും വേണ്ടി വരില്ല. നിങ്ങൾ വെയിലിൻ്റെ ഇതനുസരിച്ച് ഇത് വാട്ടി ഉണക്കം വരുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ് വച്ച് ഒന്ന് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫൈനായിട്ടുള്ള സ്പോട്ടർ റാഗി കിട്ടുന്നതാണ് കേട്ടോ. ഈ വീഡിയോ അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലുള്ള സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നു കേട്ടോ. ഓക്കെ, ബൈ, സീ യു.